ഹായ് ഒരുവൻ. നമ്മൾ ചിന്തിക്കുന്നത് ജെൻസി ചാപ്റ്റർ 37 ആണ്. ഉൽപ്പത്തി 37 അധ്യായം. അവിടെ യോസെഫിൻ്റെ കഥ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ യോസെഫിൻ്റെ കാര്യം നോക്കുമ്പോൾ യോസെഫ് യാക്കോബിൻ്റെ മക്കളിലെ ഏറ്റവും പ്രിയപുത്രനായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. യാക്കോബ് അവിടെ ക്ലിയറായിട്ടും അവിടെ ഒരു പാർഷ്യാലിറ്റി യോസെഫിൻ്റെ മേൽ കാണിക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ള മക്കളെ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള മക്കളോടുള്ള സ്നേഹത്തെക്കാളും ഒരുപാട് കൂടുതൽ സ്നേഹം യാക്കോബിന് യോസെഫിനോടുണ്ടായിരുന്നു. ആ ഒരു സ്നേഹം അങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവിടെ യോസെഫിൻ്റെ സഹോദരന്മാർ തന്നോട് വെറുപ്പായിരുന്നു, തന്നോട് ഭയങ്കര ദേഷ്യം ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, ഈ സഹോദരന്മാരുടെ കാര്യങ്ങൾ അന്വേഷിക്കുവാനായിട്ട് യാക്കോബ് യോസെഫിനെ ആയിരുന്നു വിട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ യോസെഫ് ഇവർ മോശമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും അപ്പനോട് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് യോസെഫിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അതുമാത്രമല്ല, യോസെഫിന് വളരെ ഭംഗിയുള്ള വസ്ത്രം ഒക്കെ അത് യോസെഫിന് യാക്കോബ് കൊടുക്കാനിടയായി തീർന്നു. അപ്പോൾ അതുകൊണ്ടും കൂടെ അതെല്ലാം കൊണ്ടും കൂടെ അവർക്ക് യോസെഫിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ലേബർ ജോലികളൊക്കെ, മാനുവൽ ലേബർ വേണ്ട ജോലികൾ, കഠിനാധ്വാനം വരുന്ന ജോലികളൊക്കെയും യോസെഫിൻ്റെ ചേട്ടന്മാർ ചെയ്യുമ്പോൾ യോസെഫ് അവിടെ ശരിക്കും പറഞ്ഞൊരു മാനേജറിനെ പോലെയാണ്. അവിടെ ചെല്ലുന്നു, ഇവർ ചെയ്യുന്നതൊക്കെ നോക്കുന്നു, നല്ലതായിട്ട് ഇവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു. നല്ലതായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും മോശമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഇത് അപ്പനോട് എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു യോസെഫ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം യോസെഫിന് ഇച്ചിരി സുഖമായിട്ടുള്ള ഒരു രീതിയായിരുന്നു. പക്ഷേ തൻ്റെ ചേട്ടന്മാരെ നോക്കുമ്പോൾ അവർ കഷ്ടപ്പെട്ടും അവർ ജീവിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അവർ തമ്മിൽ ആ ഒരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അത് കൂടുതൽ അത് വർദ്ധിക്കുവാൻ കാരണമായി തീർന്നത് യോസെഫിൻ്റെ കുറച്ച് സ്വപ്നങ്ങൾ വന്നതും കൊണ്ടും കൂടെയാണ്. അതും കൂടെ അവിടെ 2 സ്വപ്നങ്ങൾ അവിടെ കാണുന്നുണ്ട്. ആ സ്വപ്നങ്ങൾ തൻ്റെ ചേട്ടന്മാരോട് പറയുന്നു. അത് ചേട്ടന്മാർക്ക് തന്നോട് മേലുള്ള ദേഷ്യം വരുവാനിടയായി തീർന്നു. അതുപോലെ മറ്റൊരു സ്വപ്നം ചേട്ടന്മാരോടും പേരൻസിനോടും പറയുന്നു. അവരെക്കാളും ഒക്കെ വലിയൊരു വ്യക്തിയായിട്ട് യോസെഫ് മാറും, ഇവരൊക്കെ യോസെഫിന് വണങ്ങും എന്നുള്ള ആ ഒരു രീതിയിലുള്ള സ്വപ്നങ്ങൾ പറഞ്ഞത് അത് അവർക്കും കൂടെ ആ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുവാനായിട്ട് ഇടയായി തീർന്നു കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു ഫേവറിറ്റിസം കാണിച്ചതിൽ നിന്നാണ് ശരിക്കും ആ ഒരു പ്രോബ്ലം അവിടെ സ്റ്റാർട്ടായത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പേരൻസ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും 2 മക്കളുണ്ടെങ്കിൽ അവരുടെ ഫേവറിറ്റിസം കാണിക്കാൻ പാടില്ല എന്നുള്ളത്. 2 പേരെയും ഈക്വലായിട്ട് സ്നേഹിക്കുക എന്നുള്ള അതിൻ്റെതായിട്ടുള്ള ആവശ്യകതയുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം ആ ഒരു കാര്യം അവിടെ യാക്കോബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് യോസെഫിനോടുള്ള ആദ്യം തുടങ്ങി ചെറിയൊരു ദേഷ്യം അത് വലിയ ദേഷ്യമായിട്ട് മാറി. പിന്നെ യോസെഫിനെ കൊല്ലുവാനായിട്ടുള്ള പ്ലാൻ ചെയ്യുന്ന രീതിയിലേക്ക് വരെ അവരുടെ ആ മനസ്സെത്തുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ആ ഒരു പാപം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, പാപം നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോൾ അത് ഉള്ളിൽ ഇരിക്കുകയും തോറും അത് നമ്മളെ അത് കൂടുതൽ നമ്മളെ കൊണ്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് നമ്മളെ അത് ഇടയാക്കുമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചത്. യോസെഫിൻ്റെ സഹോദരന്മാർ അവർക്ക് ചെറിയൊരു ദേഷ്യത്തിൽ നിന്ന് തുടങ്ങി പിന്നെ കൊല്ലാൻ വരെ പ്ലാൻ ചെയ്തു. അപ്പം അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ചെറിയൊരു ദേഷ്യം എന്നുള്ള ഒരു പാപം അത് വളർന്ന് കൊലപാതകം ചെയ്യാനായിട്ടുള്ള മാനസികാവസ്ഥ വരെ അവർക്ക് എത്തിച്ചേരാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ അവർ ചെയ്തത് കൊന്നില്ല. പക്ഷേ അവർ പിന്നെ യോസെഫിനെ വിൽക്കുന്നതായിട്ട് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാപം നമ്മൾ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നമ്മൾ പാപം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അതിന് സോറി പറഞ്ഞ് ദൈവത്തോടും സോറി പറഞ്ഞ് മനുഷ്യരോടും സോറി പറഞ്ഞ് നമ്മളത് ഉപേക്ഷിച്ച് കളയണം. കാരണം നമ്മൾ ആ പാപം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വലിയ പാപങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മളെ അത് ഇടയാക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ യോസെഫ് ഇവരെ തൻ്റെ ചേട്ടന്മാരെ തേടി പോകുന്നു. തേടി ചെല്ലുമ്പോൾ അവർ ദൂരെ നിന്ന് യോസെഫിനെ കാണുമ്പോൾ അവർ യോസെഫിനെ പിടിച്ച് അവരെ ആ ഒരു പൊട്ടക്കിണറ്റിലോട്ട് ഇടുന്നു. അവർ കൊല്ലാനായിരുന്നു പ്ലാൻ. പക്ഷേ റൂബൻ പെട്ടെന്ന് ഇടപെട്ടിട്ട് റൂബൻ അവിടെ പറയുന്നു, നമുക്ക് കൊല്ലണ്ട, നമുക്ക് ഈ കിണറ്റിലേക്ക് ഇടാം എന്ന് പറയുകയാണ് ചെയ്തത്. റൂബൻ ഇതിന് തൊട്ട് മുമ്പ് വലിയൊരു തെറ്റ് ചെയ്തതാണ്. റൂബൻ തൻ്റെ അപ്പൻ്റെ കുക്കുംബൈൻ, തൻ്റെ അപ്പൻ്റെ മെയ്ഡ്, ആ സ്ത്രീയുമായിട്ട് ആ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻ കഴിഞ്ഞതേ ഉള്ളൂ ഇതിന് കഴിഞ്ഞ ചാപ്റ്ററിൽ.
അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോഴും എന്നാൽ പോലും ആ തെറ്റൊക്കെ താൻ ചെയ്തെങ്കിൽ പോലും തൻ്റെ നല്ല മനസ്സ് നമുക്കവിടെ കാണാൻ സാധിക്കും. കാരണം തൻ്റെ ആഗ്രഹം എന്നുള്ള തൻ്റെ അനുജനെ കൊല്ലുവാനായിട്ടായിരുന്നു മറ്റ് ചേട്ടന്മാരെല്ലാം പ്ലാൻ ചെയ്തത്. പക്ഷേ റൂബൻ അത് അങ്ങനെ ചെയ്യണ്ട, നമുക്ക് പൊട്ടക്കണക്കിലിടാമെന്നാണ് പറയുന്നത്. പക്ഷെ മറ്റൊന്നും കൊണ്ടല്ല, പിന്നീട് യോസേഫിനെ രക്ഷിക്കാനുള്ള പ്ലാനായിരുന്നു ശരിക്കും റൂബനോട് ഉണ്ടായിരുന്നത്. പക്ഷെ അതങ്ങനെ ചെയ്തു. പക്ഷെ റൂബൻ അവിടെ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഈ ബാക്കിയുള്ള ചേട്ടന്മാർ യോസേഫിനെ അവിടെ മദ്യാനർക്കവിടെ വിറ്റുകൊടുക്കുന്നത്. ഇഷ്മേലിയർ അവരൊരു ട്രേഡേഴ്സ് ഇങ്ങനെ വരികയായിരുന്നു, അവർക്കത് വിറ്റുകൊടുക്കുകയാണ്. അപ്പോൾ ഈ മിദ്യാനിയർ ഒടുവിൽ അത് പോത്തിഫറിന് വിറ്റുകൊടുക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവരവരുടെ ആ ഒരു ചിന്താഗതി അങ്ങനെ മാറുകയാണ് ചെയ്യുന്നത്. കാരണം ചെറിയൊരു അസൂയയിൽ നിന്ന് തുടങ്ങി അത് കോപത്തിലേക്ക് നയിച്ചു. കോപം പിന്നീട് ഒരു കൊലപാതകം വരെ ചെയ്യാനായിട്ടുള്ള മാനസികാവസ്ഥയിലേക്ക് വന്നു. പക്ഷെ കൊലപാതകം ചെയ്തില്ല, അവരെ പൊട്ടക്കണക്കിലിട്ട് പിന്നീട് അവർ സ്വന്തം സഹോദരനെയാണ് അവിടെ വിറ്റ് കളയുന്നത്. എന്നിട്ട് വിറ്റ് കളയുകയും ചെയ്തിട്ട് ആ സഹോദരന് ദൈവം കൊടുത്ത ഡ്രസ്സ് അവരതൊരു മൃഗത്തേക്ക് വന്ന് അതിൻ്റെ ബ്ലഡെല്ലാം അതിലെല്ലാം ആക്കിയിട്ട് അപ്പനെ കൊണ്ട് കാണിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് യോസേഫിന് ഇതുപോലെ ഇതിങ്ങനെ കണ്ടത്, യോസേഫിന് ഡ്രസ്സല്ലേ ഇത് എന്നിങ്ങനെ കൺഫേം ചെയ്യുന്നു. അപ്പം യാക്കോബ് നോക്കി അയ്യോ ഇതെൻ്റെ മകൻ തന്നെയാണെന്ന് പറഞ്ഞ് പിന്നീട് യാക്കോബിനെ ആശ്വസിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ യാക്കോബ് മാനസികമായിട്ട് തകർന്നു പോയ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. തൻ്റെ ഭാര്യമാരും അതുപോലെ തൻ്റെ മക്കളും വന്ന് തന്നെ ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ട് തനിക്ക് അങ്ങോട്ട് സ്വയം ഒന്ന് ആശ്വസിക്കുവാനായിട്ട് തനിക്കൊന്നും പറ്റാത്ത രീതിയിലേക്ക് തൻ്റെ അപ്പൻ്റെ അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിനെത്തുകയാണ്. ഇപ്പോഴും ഞാൻ ഓർക്കുകയായിരുന്നു ഈ മക്കളുടെ ഒരു സ്വഭാവം. കാരണം ഇവർ ഈ മകനെ വിറ്റിട്ട് അപ്പനെ ആശ്വസിപ്പിക്കും, തകർന്നിരിക്കുന്ന തൻ്റെ അനിയനെ വിറ്റിട്ട് ഈ തകർന്നിരിക്കുന്ന അപ്പനെ ആശ്വസിപ്പിക്കാനായിട്ട് ചെല്ലുന്ന മക്കളുടെ ഒരു മാനസികാവസ്ഥ നമ്മളത് കാണുമ്പോൾ എത്രയൊരു ഒരു പത്തറ്റിക്കായിട്ടുള്ളൊരു അവസ്ഥയാണ് അതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഒന്നും അറിയാത്ത രീതിയിൽ അപ്പനെ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നത് ആ ഒരു കാര്യം. കാരണം ആ ഒരു പാപം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ ആ ഒരു മനുഷ്യനെ അത് അത്രമാത്രം വേഴ്സാക്കുമെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ചുരുക്കമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പേരൻസ് എന്ന നിലയിൽ മക്കളുടെ മേലെ ഒരു പാർഷ്യാലിറ്റിയും പാടില്ല എന്നുള്ളത്, രണ്ടുപേരും ഈക്വലായിട്ട് സ്നേഹിക്കണം എന്നുള്ളൊരു കാര്യം നമ്മളവിടെ മനസ്സിലാക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് ചെയ്യാത്തതിൻ്റെ ആ ഒരു ഫോൾട്ടാണ്, ചെയ്യാത്തതിൻ്റെ ആ ഒരു അനന്തരഫലമാണ് അവിടെ ആ കാര്യങ്ങൾ എല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് മാത്രമല്ല ദൈവത്തിന് അതിന് മുകളിൽ വേറെ ഹിതമൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ശരി, എന്നാൽ പോലും പേരൻസ് എന്ന നിലയിൽ മക്കളെ സെപ്പറേറ്റ് ആയിട്ട് കാണുവാനായിട്ട് അല്ലെങ്കിൽ ഒരാളുടെ ഇഷ്ടം കൂടുതൽ മറ്റൊരാളുടെ ഇഷ്ടം കുറവ് അങ്ങനെ കാണിക്കുവാനായിട്ട് പാടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് രണ്ടാമത്തെ പോയിന്റ് എന്നുള്ള പാവം നമ്മളുടെ ഉള്ളിൽ വസിക്കുവാൻ നമ്മൾ ഇടയാക്കരുത്. കാരണം നമ്മൾക്ക് ചെറിയ ഒരു രീതി തെറ്റുകൊണ്ടായിരിക്കും തെറ്റായിരിക്കും നമ്മൾ ആദ്യമേ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആ പാവം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ തെറ്റുകളിലേക്ക് അത് നയിക്കുവാനായിട്ട് അത് ഇടയാക്കും. കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന് മുന്നിൽ ചെറിയ തെറ്റെന്നില്ല, വലിയ തെറ്റെന്നില്ല. തെറ്റ് ചെയ്യുന്നവർക്ക് പാപികളാണ്, അവർക്കെല്ലാം ദൈവം ശിക്ഷ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മളതല്ല, ഇതൊരു അസൂയയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്ര കാഠിന്യമുള്ളൊരു പാപമല്ല. പക്ഷേ അത് ഒടുവിൽ എത്തിച്ചേർന്ന് ഇടയാത്തീർന്ന് കൊലപാതകം ചെയ്യാനുള്ള മനസ്സിലേക്ക് അത് എത്തിച്ചേർന്നു. അപ്പോൾ അത് അത്രമാത്രം ഗ്രാവിറ്റി ഉള്ള ഒരു സീനിലേക്കാണ് അത് മാറിയത്. അപ്പോൾ ആദ്യത്തേത് അത്ര ഒരു കാഠിന്യമല്ലാത്ത ഒരു പാപമായിരുന്നെങ്കിൽ ഈ അവസാനത്തിലേക്കൊക്കെ വന്നപ്പോൾ ഭയങ്കര കാഠിന്യമുള്ള ഒരു പാപത്തിലേക്കാണ് അവരെത്തിച്ചെടുത്തിരുന്നത്. അപ്പോൾ നമ്മുടെ പുള്ളിൽ പാപം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ ആ വലിയ പാപങ്ങൾ വലിയ കാഠിന്യമുള്ള പാപങ്ങൾ ചെയ്യുവാനായിട്ട് അത് അത് പാപം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കണം, അത് ആ രീതിയിലേക്ക് ചെയ്യുവാനായിട്ട് നമ്മളെ നയിക്കാൻ വളരെയധികം സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ചിന്ത നമ്മളെ സഹായിക്കട്ടെ, വളരെ കെയർഫുള്ളായിട്ട് ജീവിക്കുവാനായിട്ട് നമ്മളെ ദൈവം ഇടയാക്കട്ടെ. ദൈവത്തിന് നാമത്തിൽ മാറട്ടെ.